നമ്മളുടെ നാഷണൽ ക്യാപിറ്റൽ റീജിയനിൽ നിന്നും ഏകദേശം 230 കിലോമീറ്റർ അകലെ, സ്റ്റേറ്റ് ക്യാപിറ്റലായ ലക്നൌവിൽ നിന്നും 330 കിലോമീറ്റർ അകലെയും സ്ഥിതി ചെയ്യുന്ന യമുന നദീതീരത്തുള്ള ആഗ്രയിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. എല്ലാവർക്കും ഓൾ ഇന്ത്യ സീരീസിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഏകദേശം 1.6 മില്യൺ ആളുകൾ താമസിക്കുന്ന സ്ഥലമാണ് ആഗ്ര. UPയിലെ 4th മോസ്റ്റ് പോപ്പുലസ് സിറ്റി കൂടിയാണ്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞതുപോലെ തന്നെ നമ്മളിവിടെ വന്നിരിക്കുന്നതിൻ്റെ ഉദ്ദേശം 7 വണ്ടേഴ്സ് ഓഫ് ദ വേൾഡിലുള്ള നമ്മളുടെ അഭിമാനമായിട്ടുള്ള താജ്മഹൽ കാണാൻ വേണ്ടിയാണ്. ആഗ്രയിലെ കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് വിശ്വസിക്കുന്നു. എന്നാലും പറയാം, ഇഷ്ടം പോലെ സ്കാംസ് നടക്കുന്ന ഒരു സ്ഥലമാണ്. ഇലക്ട്രിക് ഓട്ടോസ് ആണ് ഇവിടെ ഏറ്റവും കൂടുതൽ നമുക്ക് കാണാനായിട്ട് കഴിയുന്ന മോഡ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ, ലോക്കൽ ട്രാൻസ്പോർട്ടിനൊക്കെ ആയിട്ടുള്ളത്. ഇവർ നമ്മളെ അപ്രോച്ച് ചെയ്യുമ്പം വളരെ കോൺഷ്യസ് ആയിട്ട് മാത്രം ഓക്കെ പറയുക കാര്യങ്ങൾക്ക്. പ്രൈസൊക്കെ മുൻകൂട്ടി ഡിസൈഡ് ചെയ്ത് സംസാരിച്ചതിന് ശേഷം മാത്രമേ ഓട്ടോയിലൊക്കെ കയറാവൂ. ഇത് ഓടിക്കുന്ന മിക്കവർക്കും ലൈസൻസോ ഈ വണ്ടിക്ക് നമ്പർ പ്ലേറ്റോ അങ്ങനത്തെ സാധനങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇവരുടെ സ്ഥിരം പരിപാടിയാണ് ആക്സിലേറ്ററിന് പകരം ഹോൺ ഉപയോഗിക്കുക എന്നുള്ളത്. ഹോൺ അടിയാണ് ഇവിടുത്തെ മെയിൻ പരിപാടി. ഹോൺ അടിച്ച് നമ്മുടെ ചെവി പൊട്ടിക്കും. അപ്പോൾ ആഗ്രയിലേക്ക് വരുന്ന സമയത്ത്, അല്ലെങ്കിൽ നമ്മൾ ഈ നോർത്തേൺ സൈഡിൽ ട്രാവൽ ചെയ്യുന്ന സമയത്ത് ഇതൊക്കെ എക്സ്പെക്ട് ചെയ്തുകൊണ്ട് വേണം വരാനായിട്ട്. അത്ര പീസ്ഫുള്ളും സേഫുമായിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ഒന്നും ആയിരിക്കില്ല. നിങ്ങളുടെ ബിലോങ്ങിങ്സ് ഒക്കെ നിങ്ങൾ തന്നെ നന്നായിട്ട് സൂക്ഷിക്കാൻ ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ നിന്ന നിപ്പിന് സാധനം പോകാൻ നല്ല ചാൻസ് ഉള്ള ഒരു സ്ഥലമാണ്. ഒരു കാര്യം കൂടെ പറയാം, ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ആണല്ലോ ഇതിനെല്ലാം മാനേജ് ചെയ്യുന്നത്, നമ്മളുടെ താജ്മഹൽ അടക്കം. അപ്പം ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യക്ക് ഓൺലൈനിൽ ടിക്കറ്റ് എടുക്കാൻ ഓപ്ഷൻ ഉണ്ട്. അതിനകത്ത് ചെറിയൊരു ഡിസ്കൗണ്ടും കിട്ടും. പക്ഷേ പല സമയത്തും അവരുടെ സിസ്റ്റം എറർ കാരണം ചിലപ്പോൾ നമുക്ക് ടിക്കറ്റ് ജനറേറ്റ് ആവില്ല. അങ്ങനെയാണെങ്കിൽ നമ്മുടെ പൈസ നഷ്ടപ്പെടാനുള്ള സാധ്യത കൂടുതലാണ്. ഞങ്ങളും ഓൺലൈൻ എടുത്തിട്ട് പൈസ ഓൾമോസ്റ്റ് പോയി എന്ന് വിചാരിച്ചിരുന്നു. ടിക്കറ്റ് ജനറേറ്റ് ആയില്ല. പിന്നെ നമ്മൾ അവിടുത്തെ ഒരു സീനിയർ ആളെ കണ്ട് സംസാരിച്ചിട്ടാണ് നമുക്ക് എൻട്രി കിട്ടിയത്. കാരണം ഇത് ഏകദേശം ഒരു 500 രൂപയുടെ ടിക്കറ്റ് ആയിരുന്നു ഞങ്ങൾ രണ്ടുപേർക്കും കൂടെ. അപ്പോൾ ആ 500 കളയാൻ പറ്റാത്തത് കൊണ്ട് ഞങ്ങൾ അങ്ങനെ കുറച്ച് ടൈം അവിടെ സ്പെൻഡ് ചെയ്തിട്ടാണ് സംഭവം ടിക്കറ്റ് സെറ്റ് ചെയ്തെടുത്തത്. അപ്പോൾ അത് പ്രത്യേകം ഓർക്കുക. സോ ബെറ്റർ അവിടുന്ന് തന്നെ ഓഫ്ലൈനായിട്ട് കുറച്ച് തിരക്കാണെങ്കിലും ക്യൂ നിന്നിട്ട് ടിക്കറ്റ് എടുക്കുന്നതായിരിക്കും ബെറ്റർ. ഒരുപാട് എക്സൈറ്റ്മെന്റോട് കൂടി തന്നെയാണ് കേട്ടോ ഞങ്ങൾ രണ്ടാളും താജ്മഹലിനുള്ളിലേക്ക് കയറിയത്. അതിന്റെ എൻട്രി ഗേറ്റ് തന്നെ കാണാൻ വളരെ ഭംഗിയുള്ള ഒന്ന് തന്നെയാണ്. ഇതിന്റെ വലിപ്പം നമുക്ക് നേരിട്ട് കാണുമ്പോഴാണ് കറക്റ്റായിട്ട് മനസ്സിലാവുള്ളൂ. നല്ല വലിയ ഒരു കൺസ്ട്രക്ഷൻ ആണ് ഇതിന്റെ. ഒരുപാട് ഓവർ എക്സ്പെക്ടേഷൻ ആയിട്ട് വരാതിരിക്കുന്നതാവും നല്ലത്. കാരണം എനിക്ക് കുറച്ചും കൂടെ ചെറുതായിട്ടുള്ള ഡൽഹിയിലുള്ള ഹുമയൂൺ ടോംബ്, അല്ലെങ്കിൽ മഹാരാഷ്ട്രയിൽ ഇതിന്റെ ഒരു റെപ്ലിക്ക കണ്ടിട്ടുണ്ട്, ബിവിക മക്ബറയാണെന്ന് തോന്നുന്നു. അതുപോലത്തെ നിർമ്മിതികൾ കുറച്ചും കൂടെ ഭംഗിയുള്ളതായിട്ട് തോന്നിയിട്ടുണ്ട്. താജ്മഹലിന്റെ വലിപ്പം അപ്രിഷിയേറ്റ് ചെയ്യപ്പെടേണ്ട ഒന്ന് തന്നെയാണ്. സോ എക്സ്പെക്ടേഷനൊക്കെ കുറച്ച് വെച്ചിട്ട് വരിക. ദൂരേന്ന് കാണാനാണ് കുറച്ചും കൂടെ ഭംഗി എന്ന് തോന്നുന്നു. കാരണം അടുത്തെത്തുമ്പോഴത്തേക്കും ഇത് ഭയങ്കര ഹ്യൂജ് ആയിട്ടുള്ള ഒരു കൺസ്ട്രക്ഷൻ ആണ്. കഴിയുന്നതും നിങ്ങൾക്ക് രാവിലെ ഏർലി മോർണിംഗ് വരാൻ പറ്റുമെങ്കിൽ വരിക. മുഗൾ ചക്രവർത്തിമാരായിട്ടുള്ള ബാബർ, ഹുമയൂൺ, അക്ബർ, ജഹാംഗീർ, പിന്നെ ഷാജഹാൻ എന്നിവരുടെ ക്യാപിറ്റൽ കൂടിയായിരുന്നു ആഗ്ര. ദ ഗോൾഡൻ ട്രയാങ്കിൾ എന്നറിയപ്പെടുന്ന ടൂറിസ്റ്റ് സർക്യൂട്ടിന്റെ ഒരു ഭാഗം കൂടിയാണ് ആഗ്ര. ഡൽഹിയും ജയ്പൂരും ഒക്കെ ഇതിന്റെ ഒരു ഭാഗമാണ് കേട്ടോ. താജ്മഹലിന്റെ ഒരു വശത്തായിട്ട് നമുക്കൊരു മോസ്ക് കൂടി കാണാനായിട്ട് കഴിയും. സ്പെഷ്യൽ ദിവസങ്ങളിൽ ആരാധനയൊക്കെ നടക്കുന്ന ഒരു മുസ്ലിം പള്ളിയാണ് ഈ കാണുന്നത്. താജ്മഹലിന്റെ ഉള്ളിൽ വലിയ ആർട്ട് വർക്കുകളോ കാര്യങ്ങളോ ഒന്നും കാണാനായിട്ടില്ല. അകത്ത് ഷൂട്ടിംഗ് അലൗഡ് അല്ലാത്തതുകൊണ്ടാണ് അകത്തെ കാഴ്ചകൾ കാണിക്കാത്തത്. ഷാജഹാന്റെയും മുംതാസിന്റെയും ടോംബ് മാത്രമാണ് നമുക്ക് കാണാനായിട്ട് കഴിയുക. ഷാജഹാൻ 5ാമത്തെ മുഗൾ എംപറർ ആയിരുന്നു. 1628 മുതൽ 1658 വരെയാണ് ഷാജഹാൻ മുഗൾ രാജാവായിരുന്നത്. അദ്ദേഹം ജഹാംഗീറിന്റെ മകനും അക്ബറിന്റെ കൊച്ചുമകനും ആണ് എന്നുള്ള കാര്യം മറക്കരുത് കേട്ടോ. ദ ഗോൾഡൻ ഏജ് ഓഫ് മുഗൾ ആർക്കിടെക്ചർ എന്നറിയപ്പെടുന്നത് ഷാജഹാന്റെ ഭരണകാലത്തെയാണ്. ആഗ്രയിൽ തന്നെയുള്ള മോട്ടി മസ്ജിദ്, ഡൽഹിയിലുള്ള വളരെ ഫേമസ് ആയിട്ടുള്ള ജമാ മസ്ജിദ്, റെഡ് ഫോർട്ട്, ഇതെല്ലാം ഷാജഹാന്റെ കോൺട്രിബ്യൂഷൻസ് ആണ് കേട്ടോ. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ തന്നെ തൻ്റെ ഭാര്യയായിട്ടുള്ള മുംതാസിന് വേണ്ടിയാണ് ഷാജഹാൻ താജ്മഹൽ നിർമ്മിക്കുന്നത്, അല്ലെങ്കിൽ മുംതാസിന്റെ ഓർമ്മയ്ക്ക് വേണ്ടിയാണ് താജ്മഹൽ നിർമ്മിക്കുന്നത്. മുംതാസിന്റെയും ഷാജഹാന്റെയും 14ാമത്തെ കുട്ടിയുടെ ജനനത്തോട് അനുബന്ധിച്ചാണ് മുംതാസ് മരണപ്പെടുന്നത്. മുംതാസിന്റെയും പിന്നീട് ഷാജഹാന്റെയും ഭൗതിക ശരീരം സൂക്ഷിച്ചിരിക്കുന്ന സ്ഥലം കൂടിയാണ് താജ്മഹൽ. ഷാജഹാൻ വളരെ കേപ്പബിൾ ആയിട്ടുള്ള ഒരു മിലിറ്ററി കമാൻഡറും അഡ്മിനിസ്ട്രേറ്ററും കൂടിയായിരുന്നു. ദ പീകോക്ക് ത്രോൺ എന്നൊക്കെ പറയുന്ന ഷാജഹാനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് കേട്ടോ. നമ്മൾ ഉദയ്പൂരുള്ള ജഗ്മഹലിൽ പോയ സമയത്ത് അവിടെ ഷാജഹാൻ റെഫ്യൂജി ആയിട്ട് താമസിച്ചിരുന്ന കാര്യമൊക്കെ പറഞ്ഞിരുന്നതാണ്. അതിൽ നിന്നുമൊക്കെ ഇൻസ്പയർഡ് ആയിട്ടാണ് ഷാജഹാൻ താജ്മഹൽ ഉണ്ടാക്കിയിട്ടുള്ളത് എന്നാണ് പറയുന്നത്.
ഇത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പോയത് ഷാജഹാനെയൊക്കെ തടങ്കലിൽ പാർപ്പിച്ചിരുന്ന ആഗ്ര ഫോർട്ടിലേക്കാണ്. നമ്മളുടെ ഓട്ടോചേട്ടൻ നമ്മളെ അടുത്തുള്ള ഒരു വെജിറ്റേറിയൻ ഉടുപ്പി റെസ്റ്റോറൻറ്റിൽ കൊണ്ടുപോയി. റെസ്റ്റോറൻറ്റ് ഉണ്ടായ എക്സ്പീരിയൻസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, റെസ്റ്റോറൻറ്റിൽ ചുമ്മാ ഒരു എസ്റ്റിമേറ്റ് പേപ്പറിൽ നമ്മൾക്ക് ചാർജ് ചെയ്ത കാര്യങ്ങളൊക്കെ എഴുതിയതിന് ശേഷം GST എന്നും പറഞ്ഞുകൊണ്ട് ഒരു എക്സ്ട്രാ ചാർജും കൂടെ ചുമ്മാ എഴുതി ഇങ്ങ് തന്നു, GST ആണെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇങ്ങനത്തെ എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടാവും. നമ്മൾ കഴിയുന്നതും ഈ പ്രശ്നങ്ങളും ആർഗ്യുമെന്റ്സ് ഒക്കെ അവോയ്ഡ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. ഇവിടുത്തെ സിറ്റുവേഷൻസ് ഒക്കെ എല്ലാവർക്കും അറിയാം എന്ന് വിശ്വസിക്കുന്നു. ട്രാവൽ ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടി പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഈ ഓട്ടോ ചേട്ടൻ നമ്മുടെ അടുത്തുനിന്ന് ചാർജ് ചെയ്തത് 200 രൂപയാണ്. അദ്ദേഹം നമ്മളെ ഡ്രോപ്പ് ചെയ്യും, അതുപോലെ തന്നെ തിരിച്ച് റിട്ടേൺ നമ്മളെ പാർക്കിങ്ങിലേക്ക് കൊണ്ടുവരികയും ചെയ്യും. എന്നാൽ ഇതിന്റെ ഏറ്റവും ഫണ്ണി പാർട്ട് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളുടെ പാർക്കിങ്ങിൽ നിന്ന് നമുക്ക് നടക്കാനുള്ള ദൂരമേ ഉണ്ടായിരുന്നുള്ളൂ. പുള്ളി നമ്മളെ കറക്കി അടിച്ച് വേറെ എൻട്രൻസിലൂടെയാണ് നമ്മളെ കൊണ്ട് കയറ്റി വിട്ടത്. ഇപ്പോഴും ഓർക്കേണ്ടത്, താജ്മഹലിൽ ആരെങ്കിലും വണ്ടിയൊക്കെ ആയിട്ട് പോവുകയാണെങ്കിൽ വണ്ടിക്ക് സ്പെസിഫൈഡ് ആയിട്ടുള്ള പാർക്കിംഗ് ഏരിയാസ് ഉണ്ട്. താജ്മഹൽ എന്ന് പറഞ്ഞിട്ട് ഗൂഗിൾ മാപ്പിൽ ലൊക്കേഷൻ ഇട്ട് പോകരുത്. അടുത്തുള്ള ഏതാണോ പാർക്കിംഗ് ഏരിയ എന്ന് നോക്കുക. ഗവൺമെന്റ് ആയിട്ട് തന്നെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന പാർക്കിംഗ് സ്പോട്ട്സ് ആണ്. അവിടെ പോയിട്ട് അതിന്റെ ഫീസ് അടച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വണ്ടി അവിടെ ഇടാം. അവിടെ നിന്ന് വാക്കബിൾ ഡിസ്റ്റൻസ് ആണ് ഉണ്ടാവുള്ളൂ താജ്മഹലിലേക്ക്. നമ്മൾ ഈ കാണുന്നത് അതിന്റെ മെയിൻ എൻട്രൻസ് ഗേറ്റ് ആണ്. അമർ സിംഗ് ഗേറ്റ് എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത്. ഇത് നമുക്ക് കയറുമ്പോൾ തന്നെ അറിയാം, നമ്മൾ കയറി ഒരു 90 ഡിഗ്രി ടേൺ എടുത്തിട്ട് വേണം ഈ എൻട്രൻസ് ഗേറ്റ് നമ്മൾ ക്രോസ് ചെയ്യാനായിട്ട്. ഇതൊരു ഡിഫൻസ് ടാക്ടിക്സ് ആണ്. പെട്ടെന്ന് അന്നത്തെ യുദ്ധത്തിനായിട്ട് ഉപയോഗിച്ചിരുന്ന ആനകൾക്കോ ആളുകൾക്കോ അത്ര പെട്ടെന്ന് ഫോർട്ടിനുള്ളിലേക്ക് ഇടിച്ച് കയറാനോ അറ്റാക്ക് ചെയ്യാനോ കഴിയാത്ത വിധത്തിലുള്ള ഒരു ഡിസൈനാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുക. ആഗ്ര ഫോർട്ട് മിസ് ചെയ്യാൻ പാടില്ലാത്തൊരു സ്ഥലമായിട്ട് തന്നെയാണ് തോന്നിയത്. താജ്മഹൽ കാണാൻ വരുന്ന എല്ലാവരും എന്താണെങ്കിലും ആഗ്ര ഫോർട്ടും കൂടെ ഒന്ന് കവർ ചെയ്യാനായിട്ട് ശ്രമിക്കണം. ആഗ്രയിൽ നിന്നും ഡൽഹിയിലേക്ക് മുഗൾ ക്യാപിറ്റൽ ഷിഫ്റ്റ് ആവുന്നത് വരെ ആഗ്ര ഫോർട്ട് ആയിരുന്നു മുഗൾ രാജാക്കന്മാരുടെ റെസിഡൻസും ഗവേണിംഗ് പാലസും എല്ലാം. അക്ബറിന്റെ കൺസ്ട്രക്ഷൻ ആണ് മെയിനായിട്ട് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുക. ബാദൽഗഡ് എന്ന് പറയുന്ന ഒരു പഴയ ബ്രിക്ക് കൊണ്ട് നിർമ്മിച്ചിട്ടുള്ള ഒരു ഫോർട്ടായിരുന്നു ഇത് റിനോവേറ്റ് ചെയ്ത് നമ്മൾ ഇന്ന് കാണുന്ന തരത്തിലേക്ക് മാറ്റിയതിൽ ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂഷൻ ഉള്ളത് അക്ബർ ചക്രവർത്തിക്കാണ്. റെഡ് സാൻഡ്സ്റ്റോൺ ഉപയോഗിച്ചാണ് അദ്ദേഹം ഇത് റീസ്ട്രക്ചർ ചെയ്തത്. 1565 അക്ബർ ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. മുഗൾ എംപയറിന്റെ സ്ട്രെങ്ത് ശരിക്കും ഷോക്കേസ് ചെയ്യുന്ന ഒരു സ്ഥലമാണ് ആഗ്ര ഫോർട്ട്. ഈ ഒരു സെക്ഷനിലേക്ക് കയറിയപ്പോഴത്തേക്കും എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത്, നമ്മളുടെ നേപ്പാൾ യാത്രയിൽ നമ്മൾ ദർബാർ സ്ക്വയറിനുള്ളിൽ ഒരു കോർട്ട്യാർഡ് കണ്ടിരുന്നു, ഒരു മെയിൻ കോർട്ട്യാർഡ്. ആ ഒരു കോർട്ട്യാർഡിന്റെ കൺസ്ട്രക്ഷനുമായിട്ട് ഭയങ്കര സിമിലർ ആയിട്ടുള്ള ഒരു കൺസ്ട്രക്ഷൻ ആയിട്ടാണ് എനിക്കിവിടെ കയറിയപ്പോൾ തോന്നിയത്. ഇതിനുള്ളിൽ മെയിനായിട്ട് നമ്മൾ കാണുന്ന റെഡ് സാൻഡ്സ്റ്റോൺ ഉപയോഗിച്ച് നിർമ്മിച്ചിരിക്കുന്ന എല്ലാ കൺസ്ട്രക്ഷനും അക്ബറിന്റെ സൈഡിൽ നിന്ന് ഉണ്ടായിട്ടുള്ളതാണ്. അതേസമയം മാർബിളിൽ ചെയ്തിരിക്കുന്ന വർക്കുകളെല്ലാം അത് ഷാജഹാന്റെ കോൺട്രിബ്യൂഷൻസ് ആണ് കേട്ടോ. 1657 അസുഖങ്ങളൊക്കെ ബാധിച്ച് വയ്യാതായ ഷാജഹാന് നേരിടേണ്ടി വന്നത് സ്വന്തം മകനായ ഔറംഗസീബും മറ്റ് രാജകുമാരന്മാരും തമ്മിലുള്ള ഫൈറ്റും കാര്യങ്ങളൊക്കെയാണ്. ഫൈനലി ഔറംഗസീബ് ഷാജഹാനെ ആഗ്ര ഫോർട്ടിൽ തടവിൽ പാർപ്പിക്കുകയും ആ തടവിൽ വെച്ച് തന്നെയാണ് ഷാജഹാൻ മരിക്കുന്നത്. ഏകദേശം 8 വർഷത്തോളം ഷാജഹാൻ ആഗ്ര ഫോർട്ടിൽ ഔറംഗസീബിന്റെ തടങ്കലിലായിരുന്നു. മുംതാസിന്റെ ശരിക്കുള്ള പേര് അർജുമന്ദ് ബാനു ബീഗം എന്നാണ്. മുംതാസ് എന്നത് ഷാജഹാൻ അവർക്ക് നൽകിയ പേരാണ് കേട്ടോ. ഷാജഹാൻ എന്ന വാക്കിന്റെ അർത്ഥം കിങ് ഓഫ് ദ വേൾഡ് എന്നാണ്. മുംതാസ് മഹൽ എന്നതിൻ്റെ അർത്ഥം ജ്വൽ ഓഫ് ദ പാലസ് എന്നാണ്. ഏകദേശം 94 ഏക്കറിലാണ് ഈ ഫോർട്ട് സ്പ്രെഡ് ചെയ്ത് കിടക്കുന്നത്. ഇതിൻ്റെ വോളുകളുടെ ഉയരം എന്ന് പറയുന്നത് ഏകദേശം 70 അടിയാണ്. 21 മീറ്ററാണ് ഹൈറ്റ് വരുന്നത്. ഷാജഹാനെ തടങ്കലിൽ പാർപ്പിച്ചിരുന്ന ദ ഗിൽഡ് പ്രിസൺ എന്ന് പറയുന്ന സ്ഥലമാണ് നമ്മളിപ്പോൾ ഈ കാണുന്നത്. 8 വർഷത്തോളം അദ്ദേഹത്തെ തൻ്റെ മകനായിട്ടുള്ള ഔറംഗസീബ് തടങ്കലിൽ പാർപ്പിച്ചിരുന്ന സ്ഥലമാണിത്. ഇവിടുന്ന് യമുന നദിക്ക് അപ്പുറം നമുക്ക് താജ്മഹലിൻ്റെ ഒരു കാഴ്ച കൂടി കാണാം. നമ്മൾ ഈ കാണുന്നത് ദിവാനി ഖാസ് എന്ന് പറയുന്ന രാജാവിൻ്റെ പ്രൈവറ്റ് കോർട്ട് റൂമാണ് കേട്ടോ. നമ്മളുടെ നേരത്തെ ബിക്കാനീർ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുള്ള പോലെ ഫോർട്ടിന് ചുറ്റും ഒരു മോട്ട് കൂടി കാണാനായിട്ട് കഴിയും. ഇത് ഒരു ബേസിക്കലി ഡിഫൻസ് സിസ്റ്റമാണ്. അതിനകത്ത് യമുന നദിയിൽ നിന്ന് തന്നെ വെള്ളം വന്ന് കവർ ചെയ്യുന്ന രീതിയിലാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. നമ്മൾ ഈ കാണുന്നത് ഫോർട്ടിനുള്ളിലെ തന്നെ ചെറിയൊരു മുസ്ലിം പള്ളിയാണ്.
നമ്മൾ ഈ കാണുന്നത് ദിവാനി ആം എന്ന് പറയുന്ന ഒരു പബ്ലിക് മീറ്റിംഗ് ഏരിയ ആണിത്. ഇവിടെയാണ് നമ്മളുടെ ഫേമസ് ആയിട്ടുള്ള പീകോക്ക് ത്രോണൊക്കെ ഉണ്ടായിരുന്നത്. അങ്ങനെ ആഗ്രയിലെ കാഴ്ചകളൊക്കെ കണ്ട് ഞാനും അമലും രണ്ട് വഴിക്ക് തിരിക്കുകയാണ്. അമല് ഇവിടുന്ന് നേരെ ഡൽഹിയിലേക്കാണ് ഫ്ലൈറ്റ് കയറാനായിട്ട്. അവൻ അവിടെ നിന്ന് നാട്ടിലേക്ക് ഫ്ലൈറ്റാണ്. ഞാൻ നേരെ ബാംഗ്ലൂരിലേക്ക് തിരിച്ച് വണ്ടിയിൽ യാത്ര സ്റ്റാർട്ട് ചെയ്തു. 2 ദിവസം കൊണ്ട് ഞാൻ ബാംഗ്ലൂർ എത്തി കേട്ടോ. അപ്പോൾ യാത്രകൾ അവസാനിക്കുന്നില്ല. അടുത്ത വീഡിയോയിൽ പുതിയ കാഴ്ചകളൊക്കെ ആയിട്ട് നമുക്ക് കാണാം. മോസ്റ്റ് പ്രോബബ്ലി നമ്മൾ മഹാരാഷ്ട്രയായിരിക്കും കവർ ചെയ്യാം. മേ ബി മഹാരാഷ്ട്രയ്ക്ക് മുന്നേ നാട്ടിൽ ചെറിയൊരു ബൈക്ക് ട്രിപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു സുഹൃത്തുക്കളൊക്കെ ആയിട്ട്. സ്ട്രിക്ട്ലി പേഴ്സണൽ ആയിട്ടുള്ള ട്രിപ്പായിരുന്നു കേട്ടോ. വീഡിയോ എടുക്കുക എന്നൊരു അജണ്ടയൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതിൻ്റെ ചെറിയൊരു ഗ്ലിംസും കൂടെ മേ ബി അങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെ ഒരു വീഡിയോയും കൂടെ ഞാൻ ഷെയർ ചെയ്യാം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഷെയർ ചെയ്യാനായിട്ടും മറക്കരുതേ. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. See you in next video. Bye bye.